ഗുഡ് മോർണിംഗ്. അഫി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുലർച്ചെ 4 മണിക്കാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോകുന്നുണ്ട്. നമ്മളല്ല, ഞാൻ കൊച്ചിയിലോട്ടാണ് ഗൈസ്. ഒരു എക്സാം ഉണ്ട്, അതൊന്ന് എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ വാതിൽ തുറന്നപ്പോൾ ദേ മഴയ്ക്ക് പെയ്ത് കാണാൻ. രാത്രി പെയ്തതായിരുന്നു. അപ്പോൾ രാത്രി പെയ്തപ്പോൾ കാറ്റൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഷിപ്പ് ഡിലേ ആകുന്നത്. എൻ്റെ പുറകെ ഐഷുവും എൻ്റെ കൂടെ വന്നിരുന്നു. നമ്മൾ ഫ്രഷായിട്ട് ഐശ്വൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പുറം നോക്കിയിരിക്കാം. എൻ്റെ വിചാരം സുബഹി ബാങ്കൊക്കെ കൊടുത്തെന്നാണ്. പക്ഷേ 4 മണിയല്ലേ ആയുള്ളൂ, കൊടുത്തില്ല എന്ന് പിന്നെ അറിഞ്ഞത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബെല്ല എണീറ്റ് വന്നത്. ബെല്ല എണീറ്റു, വെള്ളം എടുത്തില്ല എന്നപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ വെള്ളം എടുക്കാൻ കിച്ചണിൽ പോയി. വെള്ളം എടുത്തുകൊണ്ട് വരുന്ന ടൈമിലായിരുന്നു ബെല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ സമയമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നു, അവനെന്തോ പറയുന്നു. പക്ഷെ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ, മിണ്ടാപ്രാണികളല്ലേ. അങ്ങനെ നേരെ ബാഗ് എടുത്തുകൊണ്ട് അനിയൻ്റെ റൂമിൽ പോയി തട്ടിയും മുട്ടിയും വിളിച്ചു. അവൻ പറഞ്ഞു ദേ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നത് വൊമിറ്റിങ്ങിൻ്റെ മെഡിസിൻ ബാഗിൻ്റെ ഉള്ളിലാണ്. പിന്നെ പടച്ചോനെ കെട്ടി വെച്ചതെല്ലാം എടുത്ത് പുറത്തങ്ങ് തള്ളിയിട്ട് എന്നിട്ട് അതെടുത്തിട്ട് വീണ്ടും അതുപോലെ വെക്കണമല്ലോ. പക്ഷെ അപ്പോൾ വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, പിന്നെ ശ്രമിക്കണമല്ലോ, നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. പരിശ്രമമല്ലേ. ഒടുവിൽ പരിശ്രമിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ബാഗിലോട്ട് സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചു, സെറ്റാക്കി. ആദ്യമൊക്കെ പറ്റുന്നില്ലായിരുന്നു, പിന്നെ എങ്ങനെയോ. ഇതിൽ വേറൊന്നുമില്ല, പുതപ്പും നമുക്ക് ഷിപ്പിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഈ ബാഗിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുറത്താണ്. ഞാനും ബെല്ലയും കുറച്ച് നേരം അവിടെ ഇരുന്നു. അവൻ എണീക്കുന്നില്ല. അവനെ ഞാൻ തട്ടിയും മുട്ടിയും വിളിച്ച് കുറേ നേരമായിട്ട് വിളിച്ചിട്ട് എണീക്കുന്നില്ല. കുറച്ച് നേരം ബെല്ലായിട്ട് കളിച്ചു. ഇനി കുറേ ദിവസം ആവുമല്ലോ ഇവനെ എടുക്കാനൊക്കെ പറ്റില്ല. എനിക്ക് സങ്കടമാണ് ഗൈസ്. ചെറിയ സങ്കടമൊന്നുമല്ല, വലിയ സങ്കടമാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം അപ്പോഴാണ് ഇരുന്നപ്പോഴാണ് ഉപ്പ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് സുബഹി ബാങ്ക് കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഉമ്മാനൊക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ഷിപ്പിൻ്റെ അവിടെ പോയപ്പോൾ ചേട്ടൻ അവരവിടെ നിൽക്കുന്നു. ഇതാണ് മുതൽ. ഇവനെയാണ് ഉറക്കപ്പിച്ച് നടത്തത്. അങ്ങനെ വെസലെത്തി. ഞാൻ അവനോട് യാത്ര പറഞ്ഞ് വെസലിൻ്റെ ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ ഇതാണ് ഗൈസ് സ്പീഡ് ബോട്ട്. ചെറിയതാണ്, ഒരു 160 പേർക്ക് പറ്റത്തുള്ളൂ. വേറെ ആരും വലിയ ഷിപ്പല്ലല്ലോ, ചെറിയ ഷിപ്പല്ലേ. അപ്പം ഞാനവിടെ ഇരുന്നു. ആ ടൈമിലാണ് ഇവിടെ ചായ കിട്ടും. ഇവിടെ ചായ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താണെന്നറിയില്ല, എനിക്ക് മറ്റേ ബ്രെഡ് റോസ്റ്റും കിട്ടി. അതും കഴിച്ച് ഞാൻ നേരെ കിടന്ന് ഉറങ്ങി. അങ്ങനെ എപ്പോഴോ എണീറ്റു. 2 മണിക്കുണ്ടാ കാല് വയ്ക്കാൻ പോലും സ്ഥലമില്ല. നമ്മൾ ബസ്സിൽ ഇരിക്കത്തില്ല, അതുപോലെ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാനെങ്ങനെയോ ചെരിഞ്ഞു. വൈകുന്നേരം എത്തത്തുള്ളൂ, അതുകൊണ്ട് ചെരിഞ്ഞു. എങ്ങോട്ട് ചെരിയും ഇങ്ങോട്ട് ചെരിയും, കാലെവിടെയെങ്കിലും നിൽക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ കിടന്ന് ഉറങ്ങി ഞാൻ. സമയം എത്തിക്കണ്ടേ, കൊച്ചി എത്തണ്ടേ. ചുമ്മാ ഇങ്ങനെ തലയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ കടൽ മാത്രമേ കാണത്തുള്ളൂ. ഒരു സൈഡ് നോക്കുമ്പോൾ ഇങ്ങോട്ട് അപ്പുറം നിന്ന് കഴുത്തൊക്കെ എന്തൊക്കെയോ വേദന തുടങ്ങി. കാലൊക്കെ ഉണ്ടായി, വയ്ക്കാൻ പോലും സ്ഥലമില്ല. എവിടേക്കോ ഞാൻ ഒരൊറക്കെണീറ്റ് ഞാൻ നോക്കുമ്പോഴത്തേക്കേ അയാൾ ചത്ത് കിടന്നുറങ്ങുകയാണ് ഗൈസ്. ചത്ത് കിടന്നു വെച്ചാൽ ഉറങ്ങിക്കോട്ടെ, വിട്ടേക്കാം. ഞാനൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന മട്ടിൽ ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ ആളൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൊച്ചി എത്തി. 4:30 ആകുമ്പോഴത്തേക്കും കൊച്ചി എത്തി. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ ആദ്യത്തിന് വിളിച്ചോൾ പറഞ്ഞു എത്തിയോ. ടവർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ വരുന്നത്. പറഞ്ഞാൽ എത്തിയടാ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആന്ന് ശരി ചേച്ചി, ഞാൻ വന്നുകൊണ്ടിരിക്കുക, എന്തായാലും എത്തട്ടെ എന്ന് പറഞ്ഞു. ചേച്ചി അവിടെ ഇറങ്ങി നിൽക്കി, എവിടെയും പോകല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയി. ഒന്ന് മുഖമൊക്കെ കഴുകി. ഇതാണ് ഗൈസ് വെസലിലെ ബാത്റൂം. ചെറുതാണ്, കുഞ്ഞതാണ്, ഒരു ടോയ്ലറ്റും പിന്നെ ഫ്രഷ് ആവാനുള്ളൊരു. പിന്നെ അതിൻ്റെ ഇടയിൽ ആദ്യം വന്നു. ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട് കൊച്ചിയിലല്ല, ചേർത്തലയിലാണ്. അപ്പോൾ അവിടെ വരെ പോകണം. വരെ രാത്രിയിലാണ് ഞങ്ങൾ പോയി എത്തിയത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ടയർഡും കൂടിയായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.